പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 8-ാം ഞായർ സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ ആ പരമ്പരയിലെ 39-ാമത്തെ എപ്പിസോഡ് നമുക്ക് പ്രാർത്ഥനയോടെ സമാരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദൈവവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മാ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. ബഹുമാന്യരായ വൈദികരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്നൊരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു. അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവീൻ, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ച് പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങളെങ്ങനെ മനസ്സിലാക്കും? വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് തെളിയിക്കുവാനായി
മർക്കോസിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങളും അത്ഭുതങ്ങൾ, രോഗശാന്തികൾ എന്നിവയുടെ വർണ്ണനയാണ്. 4-ാം അധ്യായം മുതലാണ് യേശു തൻ്റെ പഠനങ്ങൾ ആരംഭിക്കുക. അതിനായി യേശു തിരഞ്ഞെടുത്തത് വിശാലമായ ഒരു ആംഫി തിയേറ്റർ, വളഞ്ഞു കിടക്കുന്ന കടൽ തീരം, അതിന് പുറകോട്ട് മല. ആ മലയിൽ ജനങ്ങൾ നിൽക്കുമ്പോൾ യേശു കടലിൽ ഒരു വള്ളത്തിൽ നിന്നുകൊണ്ടാണ് അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങിയത്. ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ ആരംഭിക്കുന്നത് ഹിയ ഓ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക എന്നുള്ള ആഹ്വാനത്തോടു കൂടിയാണ്. ഇവിടെ നമ്മുടെ കർത്താവും പുതിയ നിയമത്തിൽ തൻ്റെ വചനം ആരംഭിക്കുമ്പോഴും അത് തുടരുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും കേൾക്കുന്ന വചനത്തെക്കുറിച്ചാണ് പറയുക. ഈ വചനം വിത്താണ് എന്ന് കർത്താവ് പറയുന്നു. കർത്താവ് തൻ്റെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ആരാധനക്രമം പറയുമ്പോൾ കർഷകനെ പോൽ ഗബ്രിയേൽ വിതച്ചു, സൽഭൂ മറിയാം ഗർഭേ ഞാൻ റൂഹായാൽ ജാതനായി എന്ന് പരിശുദ്ധ കുർബാനയുടെ വാഴ്വിൻ്റെ സമയത്തെ ഗീതത്തിൽ നാം പറയുന്നുണ്ട്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വചനം ഗബ്രിയേൽ മുഖാന്തരം പരിശുദ്ധ കന്യാമറിയാമാകുന്ന നല്ല ഭൂമിയിൽ വിതയ്ക്കപ്പെട്ടു. പരിശുദ്ധ റൂഹായാൽ ആ വിത്ത് മുളച്ച് ഫലം തന്നു എന്നുള്ളതാണ് ആ ഗീതത്തിൽ പ്രത്യേകമായി പറയുന്നത്. ഈ സങ്കീർത്തനം, ഈ വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. കർത്താവ് തന്നെ അതിൻ്റെ വ്യാഖ്യാനം നൽകുന്നത് കൊണ്ട് വേറെ ആർക്കും അത് നൽകേണ്ടതില്ല. കാരണം യേശുവിൻ്റെ വ്യാഖ്യാനം അതുപോലെ ആധികാരികവും വ്യക്തവുമാണ്. എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള എളുപ്പത്തിലേക്ക് എന്താണ് ഇവിടെ കർത്താവ് പറയുന്നത്? സാധാരണക്കാരോടാണ്, വിദ്യാഭ്യാസമില്ലാത്ത വളരെ നിരക്ഷരകുക്ഷികളോടാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്നാൽ അന്നത്തെ സാധാരണ മനുഷ്യർക്കും മനസ്സിലാകുന്ന ചില ആഖ്യാനങ്ങളാണ് യേശു സ്വീകരിച്ചത്. അന്നത്തെ മനുഷ്യർ കൃഷി, മീൻപിടുത്തം, ആടുമാടുകളെ വളർത്തുക, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിലുകൾ. ഇവിടെ ഫാമിങ്ങിനെ കുറിച്ച്, കൃഷിയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും അത് മനസ്സിലാകുന്ന ഒരു ഭാഷ്യമാണ്. കൃഷിക്കാരൻ വിതയ്ക്ക് മുമ്പ് ഭൂമി ഉഴുത് അല്ലെങ്കിൽ കിളച്ച്, മണ്ണ് പൊട്ടിച്ച്, മണ്ണ് കട്ടയുടച്ച്, കല്ലുപിറക്കി, മുള്ളുപിറക്കി കളഞ്ഞ് അതിനുശേഷമാണ് വിത്ത് നടുന്നത്. ഈ കാര്യങ്ങളെല്ലാം യേശുവിൻ്റെ ഉപമയിലും വരുന്നുണ്ട്. ഇവിടെ യേശു പറയുന്നത് 4 തരം മണ്ണിനെ കുറിച്ചാണ്. ഹാർഡ് ആൻഡ് ഡ്രൈ, വരണ്ടതും കട്ടിയുള്ളതുമായ മണ്ണ്. ഷാലോ ആൻഡ് റോക്കി, ആഴം കുറഞ്ഞതും പാറ നിറഞ്ഞതുമായ മണ്ണ്. മറ്റത് ക്രൗഡഡ് ആൻഡ് ആങ്ഷ്യസ്, തിങ്ങി നിറഞ്ഞതും വ്യഗ്രതയുള്ളതുമായ ഹൃദയം. 4-മത്തേത് സോഫ്റ്റ് ആൻഡ് ഓപ്പൺ, മയമുള്ളതും തുറവിയുള്ളതുമായ മണ്ണ്. ഈ മണ്ണ് എന്ന് പറയുന്ന എല്ലാ സ്ഥാനത്തും നമുക്ക് ഹൃദയം എന്ന് പറയാം. ഹാർഡ് ആൻഡ് ഡ്രൈ. പലസ്തീനയിൽ കൃഷി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ മണ്ണ് അത്ര ഗുണമുള്ളതല്ല.
കുതിരയെ കൊണ്ടാണ് അവിടെ ഉഴവ് നടത്തുക. കുതിര അങ്ങനെ കൊഴു വലിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത്, എന്നാൽ ധാരാളം കല്ലുകൾ, നല്ല വെള്ളാറം കല്ലുകൾ, വെളുത്ത മാർബിൾ ഉടഞ്ഞതുപോലെയുള്ള കല്ലുകളാണ് കൂടുതലുള്ളത്. മനുഷ്യരെന്ത് ചെയ്യുന്നു? ഉഴവിന് ശേഷം ഈ കല്ലുകൾ പിറക്കി ഒരു വരമ്പുണ്ടാക്കുന്നു. ആ വരമ്പിൻ്റെ മുകളിലൂടെയാണ് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ നടന്നു പോവുക. അങ്ങനെ മനുഷ്യരുടെ പാദങ്ങളും മൃഗങ്ങളുടെ കുളമ്പുകളുടെയും ചവിട്ടേറ്റ് തറച്ചു പോയ ഒരു വഴിയിലാണ് ഏതാനും വിത്തുകൾ വീഴുന്നത്. ആ വിത്തുകൾക്ക് മണ്ണിലേക്ക് താണിറങ്ങുവാൻ സാധിക്കുകയില്ല. അക്കാരണത്താൽ പക്ഷികൾ വന്ന് അവയെ കൊത്തിപ്പറക്കുന്നു. ഫറവോയുടെ ഹൃദയത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം. ദൈവം 10 മഹാമാരികൾ അയക്കുന്നു. ഓരോ മഹാമാരിയും കാണുമ്പോൾ ഫറവോയ്ക്ക് സ്വല്പം പശ്ചാത്താപം ഉണ്ടാകുന്നു. എന്നാൽ ആ മഹാമാരി മാറിക്കഴിയുമ്പോൾ ഫറവോ മനസ്സ് മാറ്റുകയും ഹൃദയം കഠിനമാക്കുകയും ചെയ്യും. പലപ്പോഴും അവിടെ പറഞ്ഞിരിക്കുന്നത് ഫറവോയുടെ ഹൃദയം കഠിനമായി എന്നും, വേറെ ചിലയിടത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവമായ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി എന്നും പറയുന്നുണ്ട്. ഈ ഫറവോയുടെ ഹൃദയം കഠിനമായതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. ഇത് ഈ പഴയ നിയമ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് യേശു കഠിനമായ ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. എൻ്റെ സെമിനാരി പഠനകാലത്ത് ഒരു ഓസ്ട്രേലിയൻ സുഹൃത്ത് എനിക്ക് വായിക്കാനായിട്ടൊരു പുസ്തകം തന്നു. C.S. ലൂയിസ് എഴുതിയ സ്ക്രൂടൈപ്പ് ലെറ്റേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. സ്ക്രൂടൈപ്പ് എന്ന് പറയുന്നത് പിശാചുക്കളുടെ തലവനാണ്. അയാൾ ഒരു കത്തെഴുതുകയാണ് കുട്ടിപ്പിശാചുക്കൾക്ക്. കുട്ടിപ്പിശാചിൻ്റെ പേര് വേംവുഡ് എന്നാണ്. അപ്പോൾ ഈ പിശാചുക്കളുടെ തലവൻ സ്ക്രൂടൈപ്പ് ഈ കുട്ടിപ്പിശാചുക്കൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. മനുഷ്യർ വിചാരിക്കുന്നത് നമ്മൾ പിശാചുക്കളാണ്, അവരുടെ മനസ്സിലേക്ക് വേണ്ടാത്ത വികാരങ്ങളും വിചാരങ്ങളും ഭാവനകളും ഒക്കെ ഇട്ടുകൊടുക്കുന്നതാണ്. മണ്ടന്മാരെ അങ്ങനെ വിചാരിച്ചോട്ടെ. നമ്മളെന്താണ് ചെയ്യേണ്ടത്? We should not put things in but keep things out എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ പ്രവേശിക്കാൻ നമ്മൾ സമ്മതിച്ചുകൂടാ. എന്താണ്? പ്രാർത്ഥനയുടെ ശീലം അല്ലെങ്കിൽ പ്രാർത്ഥനയോടുള്ള ഇഷ്ടം എടുത്തു കളയുക, വചനത്തെ എടുത്തു കളയുക, മനസ്താപം എടുത്തു കളയുക, കൂദാശകളോടും ഭക്തികാര്യങ്ങളോടുമുള്ള എല്ലാ ആഗ്രഹങ്ങളും എടുത്തു കളയുക. കീപ്പ് എവറിതിങ്സ് ഔട്ട്. കർത്താവ് പറയുന്നു, ഈ വചനം സ്വീകരിക്കാത്തവൻ പക്ഷികൾ വിത്ത് കൊത്തിപ്പുറക്കി തിന്നതുപോലെ എന്തെങ്കിലും വചനം കേട്ടാൽ തന്നെ അന്നേരം തന്നെ പിശാച് അവയെ നമ്മളിൽ നിന്ന് എടുത്തു കളയും എന്നുള്ളതാണ്. അങ്ങനെ ഹൃദയം കഠിനമാകുമ്പോൾ ജെറമിയ ദീർഘദർശി 23:29 പറയുന്നു, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ.
അതിനാൽ ദൈവത്തിന് കട്ടിയുള്ളൊരു ഹൃദയത്തെ അഗ്നി കൊണ്ടും കൂടം കൊണ്ടും തകർക്കും എന്നുള്ള ഒരു വാണിംഗ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ഷാലോ ആൻഡ് റോക്കി ഹാർട്ട്, ആഴം കുറഞ്ഞതും പാറ നിറഞ്ഞതുമായ മണ്ണ്. കർത്താവ് തന്നെ വിവരിച്ചു, ഈ പ്രത്യേക തരത്തിലുള്ള മണ്ണിൽ വിത്ത് വീണാൽ അത് പെട്ടെന്ന് പൊട്ടിക്കിളിക്കും. പക്ഷേ വേരിന് ആഴമില്ലാത്തതിനാൽ സൂര്യൻ അതിൻ്റെ പ്രഭയിൽ മധ്യാഹ്നത്തിൽ ഉദിച്ചു നിൽക്കുമ്പോൾ അത് തന്നെ വാടിപ്പോകുന്നു. ഇങ്ങനെയുള്ള മനുഷ്യർ ആരംഭ ശൂരത്വമുള്ളവരാണ്. ഒരു നല്ല ധ്യാനം കേൾക്കുമ്പോൾ ചില പ്രത്യേകമായ എക്സ്റ്റസികൾ, നമ്മൾ വലിയ ഭക്തിയുടെ ആവേശം ഒക്കെ ഉണ്ടാകും. ധ്യാനസ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ അത് മൊത്തം നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ തണുത്തു പോകുന്നു. മൂന്നാമത്തെ തരം മണ്ണ് എന്ന് പറഞ്ഞാൽ ക്രൗഡഡ് ആൻഡ് ആങ്ഷ്യസ് ഹാർട്ട്. കർത്താവിടെ പറയുന്നത് മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്നത് ഒരു ഹൃദയം. എന്താണ് ഇതെന്ന് കർത്താവ് വളരെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ വ്യഗ്രതകൾ, പണത്തിൻ്റെ ചതി, ദ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ്, ഈ ലൗകികമായ കാര്യങ്ങൾ വാരിക്കൂട്ടുവാനുള്ള അത്യാഗ്രഹം, ഇതെല്ലാം ഈ കിളിർത്തു വരുന്ന വചനത്തെ ഞെരുക്കിക്കളയുന്നു. അതിന് മുകളിലേക്ക് വളരുവാനോ ഫലം പുറപ്പെടുവിക്കുവാനോ സാധിക്കുകയില്ല. നമ്മളെ സംബന്ധിച്ച് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ജോലി ചെയ്യാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഭാവിയെക്കുറിച്ചുള്ള കരുതലുകൾ നമുക്ക് വേണം. പക്ഷേ ഇവിടെ പറയുന്നത് കരുതൽ പാടില്ല എന്നല്ല, ആശങ്ക പാടില്ല. കാരണം നമ്മൾ സ്നേഹവാനായ ഒരു പിതാവിൽ വിശ്വസിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട്. നമ്മുടെ മനസ്സിൽ പരസ്പരം പോരാടുന്ന പല ശക്തികളുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ 4-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകൾ നല്ലേ അവ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ സ്വർഗത്തിൻ്റെ 3-ാം തട്ട് വരെ ഉയർത്തപ്പെട്ടവൻ പറഞ്ഞു, എന്നിൽ ഞാൻ 2 ശക്തികൾ കാണുന്നു. 2 കുതിരകൾ ഒരു കയറിൽ കെട്ടുക, 2 അറ്റത്ത്. ഒരു കുതിരയെ വടക്കോട്ടും മറ്റതിനെ തെക്കോട്ടും പായിച്ചാൽ ഈ കയറ് എങ്ങനെ പിരിഞ്ഞ് പൊട്ടും എന്നുള്ളതുപോലെ 2ആയി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലാണ് ഞാൻ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. അതിനാൽ മനുഷ്യൻ്റെ മനസ്സിലെ വികാര വിചാരങ്ങളും വ്യഗ്രതകളും ഈ വചനമാകുന്ന വിത്തിനെ വളരാനായിട്ട് സമ്മതിക്കുന്നില്ല. 4-ാമത്തേത് മാർദ്ദവമുള്ളതും തുറവിയുള്ളതുമായ ഹൃദയമാണ്. അവർ മണ്ണിന് ആഴമുള്ളതുകൊണ്ട്, ഹൃദയത്തിന് ആഴമുള്ളതുകൊണ്ട്, അവരുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനത്തോട് തുറവിയുള്ളതുകൊണ്ട് അത് അപ്രകാരം സ്വീകരിക്കുവാനും നിറവേറ്റുവാനും അവർക്ക് സാധിക്കുന്നു. അവർ 30, 60, 100 മേനിയും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇത് പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ഹൃദയത്തെക്കുറിച്ച് പല പ്രാവശ്യം പുതിയ നിയമം പറയുന്നുണ്ട്. മറിയത്തിൻ്റെ ഹൃദയം ഫലഭൂയിഷ്ഠമായ മണ്ണായിരുന്നു. അവിടെ
ഉഴുതുമറിച്ച് കല്ല് പിറക്കി മാറ്റി കള പറിച്ച് വെള്ളവും വളവും നൽകി ഫലം പുറപ്പെടുവിച്ച ഒരു കന്യകയാണ് പരിശുദ്ധ കന്യക മറിയം. അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മറിയം ഏറ്റവും നല്ല മണ്ണ് അല്ലെ ഏറ്റവും നല്ല ഹൃദയം ആയിരുന്നു. അതുകൊണ്ട് തൻ്റെ പുത്രൻ്റെ മാതാവാകുവാൻ ദൈവം അവളെ തിരഞ്ഞെടുത്തു. അവസാനമായി നമുക്ക് പറയുവാനുള്ളത്, നമ്മൾ വിതയ്ക്കുന്ന വചനം വളരും എന്നുള്ളതിന് നമുക്ക് ഉറപ്പൊന്നുമില്ല. എന്നാൽ വിതയ്ക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. വളർത്തുന്നതും ഫലം തരുന്നതും ദൈവത്തിൻ്റെ കടമയാണ്. അതിനാൽ മാനസാന്തരത്തിന് യോജിച്ച ഫലം, നീതിയുടെ ഫലം, പരിശുദ്ധാത്മ ഫലം, അനുസരണയുടെ ഫലം, അങ്ങനെ പല ഫലങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. അതിനാൽ നമ്മൾ വിതയ്ക്കുന്ന വചനം ഏതെങ്കിലും ഫലം പുറപ്പെടുവിക്കുമെന്നുള്ളത് തീർച്ച. പക്ഷേ അത് ദൈവത്തിൻ്റെ പണിയാണ്, നമ്മുടെ പണിയാൽ അല്ല. ലൂക്കായുടെ സുവിശേഷം 8:18 നിങ്ങൾ എപ്രകാരമാണ് ശ്രവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ബി കെയർഫുൾ ഹൗ യു ഹിയർ. എന്നാൽ മർക്കോസ് 4:24 ബി കെയർഫുൾ വാട്ട് യു ഹിയർ. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾ എപ്രകാരമാണ് ശ്രവിക്കുന്നത്, നിങ്ങൾ എന്താണ് ശ്രവിക്കുന്നത്. ഇത് രണ്ടും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കും. എങ്ങനെ ശ്രവിക്കണം, എന്ത് ശ്രവിക്കണം. കാരണം നമ്മൾ ഈ ലോകത്തിൽ ധാരാളം വചനങ്ങൾ കേൾക്കുന്നു. നമ്മൾ നിരന്തരമായി കമ്മ്യൂണിക്കേഷനിലാണ്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനം നമ്മളിൽ തീർച്ചയായിട്ടും സ്വാധീനങ്ങൾ ചെലുത്തും. പക്ഷേ വി ഹാവ് ടു ബി ചൂസി. എന്താണ് നമ്മൾ കേൾക്കുന്നതെന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. ദൈവത്തിൻ്റെ വചനം ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ വിതയ്ക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആരംഭിക്കുന്നു. പ്രാർത്ഥിക്കാതെ ആരും വചനം പ്രസംഗിക്കാൻ പാടില്ല. അതുപോലെ വചനം ശ്രവിക്കുന്നവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവൃത്തി 16:14 അപ്പസ്തോല പ്രവൃത്തി 16:14 പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്? പട്ടുവിൽപ്പനക്കാരിയായ ലീദിയ എന്ന സ്ത്രീയുടെ ഹൃദയം കർത്താവ് വചനത്തിനായി തുറന്നു എന്നുള്ളതാണ്. യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ട്, പൗലോസ്ലീഹായുടെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട ആദ്യത്തെ വ്യക്തി ലീദിയാണ്. ഏഷ്യയിൽ നിന്ന് പൗലോസ്ലീഹ യൂറോപ്പിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം മാനസാന്തരപ്പെട്ടവള ലീദിയാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു എന്ന് നാം മനസ്സിലാക്കുക. അതിനാൽ പ്രാർത്ഥനയോടെ വചനത്തെ സമീപിക്കുക, നമ്മുടെ ഹൃദയം വചന സ്വീകരണത്തിനായി ഒരുക്കുക. അതല്ല എങ്കിൽ ഇത് പ്രയോജനം ചെയ്യുന്നില്ല എന്നുള്ളത് തീർച്ചയാണ്. ഈ ചിന്തകളോടെ നമുക്ക് അവസാനിപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.